നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാൽപ്പാറയിൽ വിനോദയാത്രയ്ക്കിടെ മലപ്പുറത്തു നിന്നുള്ള അധ്യാപക സംഘം സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞുള്ള അപകടത്തിൽ മരണം 9. യാത്രാ സംഘത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 14 പേരാണ് ഉണ്ടായിരുന്നത്. 4 പേർ ചികിത്സയിലാണ്. പാങ്ങ് ചേണ്ടി പള്ളിപ്പറമ്പ് JLP സ്കൂളിലെ അധ്യാപകരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന സംഘം സഞ്ചരിച്ച വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ ഒന്നിച്ചുള്ള വിനോദയാത്രാ ദുരന്തത്തിൽ കലാശിക്കുകയായിരുന്നു. വളവിൽ തെന്നിമാറി നിയന്ത്രണം വിട്ട വാൻ 300 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ സന്ദർശനത്തിന് ശേഷമാണ് സംഘം വാൽപ്പാറയിലേക്ക് എത്തിയത്. യാത്രയ്ക്കിടെ എടുത്ത ചിത്രങ്ങൾ ഗ്രൂപ്പിൽ പങ്കുവച്ചിരുന്നു. പാങ്ങ് പള്ളിപ്പറമ്പ് JLP സ്കൂൾ പ്രധാനാധ്യാപിക കൊളത്തൂർ പാലൂർ സ്വദേശിനി 54 വയസ്സുള്ള അജിത, അധ്യാപകരായ പാങ്ങ് താണിക്കോട് സ്വദേശി 52 വയസ്സുള്ള റംല, പാങ്ങ് ഈസ്റ്റ് സ്വദേശി 43 വയസ്സുള്ള സുഹറ, 12 വയസ്സുള്ള മകൻ ഹിഷാം, കൊളത്തൂർ സ്വദേശി 41 വയസ്സുള്ള ആശ, പാങ്ങ് മില്ലുംപടി സ്വദേശി 43 വയസ്സുള്ള മജീദിന്റെ ഭാര്യ 39 വയസ്സുള്ള റുക്കിയ, പള്ളിപ്പറമ്പ് സ്വദേശിയും സ്കൂളിലെ പാചക തൊഴിലാളിയുമായ 45 വയസ്സുള്ള സാജിദ, പാങ്ങ് GUPSലെ അധ്യാപിക 37 വയസ്സുള്ള ഷക്കീല എന്നിവരാണ് മരണപ്പെട്ടത്. പാങ്ങ് പള്ളിപ്പറമ്പ് JLP സ്കൂൾ ബസ് ഡ്രൈവർ 39 വയസ്സുള്ള നൌഷാദ്, ട്രാവലർ വാൻ ഡ്രൈവർ ഇന്ത്യന്നൂർ ചൂലൂർ സ്വദേശി പിച്ചൻ അബ്ദുസലാമിന്റെ മകൻ 21 വയസ്സുള്ള മുഹമ്മദ് ഫായിസ്, പാചക തൊഴിലാളി സാജിദയുടെ മകൻ 11 വയസ്സുള്ള ഷഹദീൻ എന്നിവരാണ് കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. 10 വയസ്സുള്ള മസ്നീൻ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരു വാഹനത്തിന് വഴിമാറുന്നതിനിടെയാണ് ട്രാവലർ നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. മൃതദേഹങ്ങൾ ശനിയാഴ്ച പാങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് അതത് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും. മരണത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.